ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ചാനലിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ഇൻട്രൊഡക്ടറി വീഡിയോ പോലെ കൺസിഡർ ചെയ്യാം. കാരണം ഞാൻ എൻ്റെ ചാനലിൽ കൂടെ എന്തൊക്കെ ഐഡിയാസാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ഐഡിയ എനിക്ക് കുറേ നാളായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സമയവും സന്ദർഭമൊന്നും ശരിയായില്ല. ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരു അവസരം ഉണ്ടായത്. ആക്ച്വലി ഇത് നമുക്കിപ്പോൾ ഒരു ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊരു മോട്ടീവ് വേണമല്ലോ, അല്ലെങ്കിൽ ഒരു മിഷനോ എന്തെങ്കിലും ഒന്നും വേണമല്ലോ, ഒരു മാറ്റർ വേണമല്ലോ എന്ത് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റർ വന്നതുകൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ചില കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് എന്നെ കുറേ പേര് വിളിക്കാറുണ്ട്. അപ്പോൾ അത് എല്ലാവരുടെയും ഫോൺ കോൾ എനിക്ക് എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കുകയാണ്, ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ, ആ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പം ചില കോളുകളൊക്കെ മിസ്സാവാം, അല്ലെങ്കിൽ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സമയം ഉണ്ടാവാറില്ല. അപ്പോൾ പെട്ടെന്ന് അതിനെ ഒരു ഷോർട്ടായിട്ട് പറഞ്ഞ് നിർത്തേണ്ടി വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ അങ്ങനെ കുറേ പേര് എൻക്വയറി ചെയ്യുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ജനറലായിട്ട് ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാവരിലേക്കും എത്തുമല്ലോ. അപ്പോൾ എനിക്കും പ്രശ്നം ഉണ്ടാവില്ല, അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ആക്ച്വലി ഇത് ന്യൂ ചാനലാണ്. ഒരു വീഡിയോ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അത് ജസ്റ്റ് ഞാനും മോളും തമ്മിലുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഞാൻ കുറേ ഇൻഫോർമേറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി വിശേഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മെയിൻലി ഫോക്കസ് ചെയ്യുക ഇൻഫോർമേറ്റീവായിട്ടുള്ള, എല്ലാവർക്കും കുറേ പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഞാൻ ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെ ടോപ്പിക്കായിരിക്കും ഞാൻ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. PG എടുത്തിരിക്കുന്നത് മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്താണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്കൊരു മോളുണ്ട്, 3 ഇയേഴ്സായി. പിന്നെ ഹസ്ബൻഡ് എൻജിനീയറാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ UAE-യിലാണ്, കറൻ്റ്ലി UAE അബുദാബിയിലാണ് സെറ്റിലായിട്ടുള്ളത്. ഹസ്ബൻഡിൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇതാണ് എൻ്റെ ജനറലി ഫാമിലിനെ കുറിച്ചുള്ള ഔട്ട്ലുക്ക്. അപ്പോൾ ഞാൻ ഇതിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, നമ്മുടെ BAMS കഴിഞ്ഞിട്ട്, BAMS മീൻസ് ആയുർവേദ മെഡിസിൻ കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ MD, ജസ്റ്റ് അതിൻ്റെ MDയിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ വേറെ ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഏത് കോഴ്സ് സെലക്ട് ചെയ്താൽ കുറച്ചുകൂടെ വേറെ രീതിയിലേക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത്, അങ്ങനെയുള്ള വേറെ ഏതൊക്കെ കോഴ്സുകൾ നമുക്ക് BAMS ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്ക് സെലക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് കൺസൾട്ടേഷനെക്കാട്ടും കൂടുതൽ ഇൻട്രസ്റ്റ് റിസർച്ച് ഏരിയ, അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ്, ആ ഒരു ഏരിയയിലേക്കാണ് എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആ ഏരിയയെ കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ BAMS കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ചേച്ചി എന്നൊക്കെ ചോദിച്ച് എന്നോട് കുറേ UG പഠിക്കുന്ന കുട്ടികൾ കുറേ പേര് വിളിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ജനറൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്താണ്. ആഫ്റ്റർ BAMS എൻ്റെ PG അതാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടത് സെലക്ട് ചെയ്തു, എങ്ങനെ അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും, എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്, ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ, MPH, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ MPH എന്ന് വെച്ചാൽ BAMS ബാച്ചിലേഴ്സ് ഉള്ളവർ MPH ചെയ്തിട്ട് ബാക്കി എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, ഏത് ഏരിയയിലായിരിക്കും വർക്ക് ചെയ്യാൻ പറ്റുക, കറൻറ്റ് ജോബ് മാർക്കറ്റ് എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ UAE-യിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ അതിനനുസരിച്ച് എനിക്ക് വീഡിയോസ് പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ ജോബ് എന്താണ്, മീൻസ് ഞാനിപ്പോൾ UAE-യിൽ വർക്ക് ചെയ്യുന്നുണ്ടോ,
നാട്ടിൽ വർക്ക് ചെയ്തത് ഏത് ഏരിയയിലായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളും ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കമൻസിനനുസരിച്ചായിരിക്കും, എത്ര പേര് അത് ആവശ്യപ്പെടുന്നുണ്ട് അതിനനുസരിച്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എൻജിനീയറാണ്, ഇവിടെ UAE അബുദാബിയിൽ വർക്ക് ചെയ്യുകയാണ്, എൻജിനീയറാണ്. ഹീസ് IITian. അപ്പോൾ IIT നിന്നാണ് PhD ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില എൻജിനീയേഴ്സിന് അതും ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത് അറിയാനൊരു താല്പര്യം ഉണ്ടാവും, എങ്ങനെ IITയിൽ PhD ചെയ്യാം, BTech MTech കഴിഞ്ഞ് നിൽക്കുന്നവർക്ക്. അതേപോലെ തന്നെ ആ ഒരു ജേണി എന്ന് വെച്ചാൽ BTech MTech അല്ലെങ്കിൽ PhD ഫ്രം IIT ബോംബെയിൽ നിന്നാണ് PhD ചെയ്തത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പവർ ഇലക്ട്രോണിക്സിലാണ് PhD ചെയ്തത്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു ജേണി എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യവും ഞാനിതിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ, ഇപ്പം ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ IITന്ന് PhD കഴിഞ്ഞു, അല്ലെങ്കിൽ MTech കഴിഞ്ഞു, BTech കഴിഞ്ഞു, അത് കഴിഞ്ഞ് എങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ റിയൽ ടൈം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഹസ്ബൻഡിന്, അപ്പോൾ അത് ആ ജേർണിയിൽ ഞാനും ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. അപ്പോൾ എനിക്കറിയാൻ പറ്റും എങ്ങനെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ UAEയിൽ എങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എൻജിനീയേഴ്സിന് ജോബ് ഓപ്പണിങ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത്, ഏതൊക്കെയാണ് നല്ല കമ്പനീസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് പിന്നെ പറയുന്നത് എൻ്റെ മോള് ഇഷികയാണ് പേര്. അവളിപ്പോൾ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ UAEയിൽ അബുദാബിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അവളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടുന്നത് എങ്ങനെ, നഴ്സറിയിലൊക്കെ ഇവിടെ സ്കൂൾ അഡ്മിഷൻസ് UAEയിൽ എങ്ങനെയാണ്, ഏത് ടൈമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നമുക്ക് വിചാരിച്ച സ്ഥലത്ത് തന്നെ സ്കൂളിൽ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് എങ്ങനെയാണ് കൂടുതൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവളുടെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിൽ നിന്നാണ് നമ്മളിങ്ങോട്ടേക്ക് ഇപ്പോൾ 1 ഇയറേ ആയിട്ടുള്ളൂ നമ്മളിവിടെ UAEയിൽ വന്നിട്ട്, ഫാമിലി ആയിട്ട് വന്നിട്ട്. അപ്പോൾ അവൾക്ക് അവിടുന്ന് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇയേഴ്സ് ആകുമ്പോഴാണ് അവളിങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് എന്തൊക്കെയാണ് അവളിൽ കണ്ട ചേഞ്ചസ്, അതേപോലെ അറ്റ്മോസ്ഫിയറിൽ മീൻസ് എൻവയോൺമെൻറ്റ്, ഇവിടുത്തെ എൻവയോൺമെൻറ്റുമായി എങ്ങനെയാണ് അവൾ അഡ്ജസ്റ്റ് ചെയ്തത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഏതെങ്കിലും അമ്മമാർക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ഏതെങ്കിലും അമ്മമാർക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്താലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഈ അറ്റ്മോസ്ഫിയറായിട്ട് അവളെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത പ്രിക്കോഷൻസ്, അല്ലെങ്കിൽ ഞാൻ എടുത്ത എന്തൊക്കെ അവൾക്ക് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ചും സംസാരിക്കുന്നതായിരിക്കും. പിന്നെ വേറെ നമ്മളിപ്പോൾ പുതിയൊരു കൺട്രിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട കുറച്ച് എന്താ പറയുക പ്രിക്കോഷൻസ്, അല്ലെങ്കിൽ അതിന് കുറച്ച് ഗൈഡൻസ് ആവശ്യമാണല്ലോ. അപ്പോൾ ഫാമിലി ആയിട്ട് ചെറിയ കുട്ടീൻ്റെ കൂടെ നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഗൈഡൻസ്, ഇപ്പോൾ സ്റ്റേ ആണെങ്കിൽ പോലും ഇവിടുത്തെ UAEയിൽ നമ്മൾ സ്റ്റേ കണ്ടുപിടിക്കുക, അതിന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു ഗൈഡൻസ്, ഇവിടെ ഒരു മലയാളി അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ, ഞങ്ങൾക്ക് അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഇവിടെ. അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു നല്ല എന്ന് വെച്ചാൽ കുട്ടീനെയും കൊണ്ട് വരുമ്പോൾ നമുക്ക് നല്ല ഹൈജീൻ വേണം. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വീടായിരിക്കണം, മീൻസ് ഫ്ലാറ്റോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു വില്ലയോ ആയിരിക്കണം. അതേപോലെ തന്നെ നല്ല മീൻസ് ചുറ്റുമുള്ള ഒരു അറ്റ്മോസ്ഫിയർ നല്ലതായിരിക്കണം, എൻവയോൺമെൻറ്റ് അങ്ങനെ നല്ലതായിരിക്കണം. ഇതൊക്കെ നോക്കാനും പിന്നെ ഏത് ഏരിയ സെലക്ട് ചെയ്യണം, പല ഏരിയാസ് ഉണ്ടല്ലോ. അപ്പോൾ ഏത് ഏരിയ, ഇപ്പോൾ കുട്ടികളുടെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്കൂൾ അടുത്തുള്ള ഏരിയാസ്, അതിന് പിന്നെ നന്നായിട്ട് എന്താ വെച്ചാൽ സ്കൂൾ ബസ്സും അങ്ങനത്തെയൊക്കെ ആക്സസ് ഉള്ള ഏരിയാസ്, സ്കൂൾ ബസ്സിൽ അല്ലെങ്കിൽ നടന്ന് കൊണ്ടുവിടാൻ പറ്റുന്ന ഏരിയാസ്, ഞങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മോളെ ചെറിയ 3 ഇയേഴ്സിലൊക്കെ നമുക്ക് ബസ്സിൽ വിടുന്നതിനെക്കാട്ടും നമുക്ക് അവളെ ഡയറക്റ്റ് കൊണ്ടുവിടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വീട് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഗൈഡൻസിന് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു റീലൊക്കേഷൻ ഗൈഡൻസ് എന്നുള്ള രീതിയിലും ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഇപ്പോൾ വിസിറ്റിംഗ് വിസയിലൊക്കെ നമ്മൾ ഫാമിലിയൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റേ എങ്ങനെ ചെയ്യണം, പിന്നെ ട്രാവൽ, ഇതൊക്കെ ഒന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ജനറൽ ഓവർവ്യൂ തരണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചും കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ നിന്നും ഞാൻ കുറച്ച് എന്താ പറയുക എൻ്റെ ഒരു അതിനെക്കുറിച്ചുള്ള ഒരു വ്യൂ പറയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ജനറലായിട്ട് ഫാമിലിയിലുള്ള വിശേഷങ്ങൾ, പിന്നെ എൻ്റെ മോളുടെ വിശേഷങ്ങൾ, അങ്ങനെ അവളുടെ സ്കൂളിലെ
വിശേഷങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇനി നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ വേണം. അതിനനുസരിച്ച് ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാനിതിലൂടെ ഷെയർ ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ ഹിയർ മീ. താങ്ക് യു വെരി മച്ച്.